നമസ്കാരം. നമുക്ക് മഹാശിവരാത്രി രാവിലെ ബാക്കി കഥ പറയാം. അപ്പോൾ ഇത് പാലായി മദനമായിട്ടുള്ള കഥയാണ്. അപ്പോൾ ഈ ദുർവാസാവ് എന്ന മഹർഷിയുണ്ട്. ദുർവാസാവ് പറഞ്ഞാൽ കോപത്തിൻ്റെ അങ്ങേറ്റ ഒരാളാണ്. ശിവൻ്റെ മാനസപുത്രനാണ്. ശിവൻ കോപത്തിൻ്റെ ആളല്ല, തമോ ഗുണപരമായ ഏറിയ മറ്റ് 3 ഗുണങ്ങൾ ശിവനുണ്ട്. എന്നാലും തമോ ഗുണം കുറച്ച് ഏറിയ ആളാണ് ശിവൻ. അപ്പോൾ ദേഷ്യം തമോ ഗുണത്തിൻ്റെ ഭാഗമാണ്. അതാണ് ദുർവാസാവ്. ദുർവാസാവ് പറഞ്ഞാൽ കോപത്തിൻ്റെ അങ്ങേറ്റമുള്ള മഹർഷിയാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടത്തിലെല്ലാം അങ്ങനത്തെ ആളുണ്ട്, കോപം വന്നാലും എന്തെങ്കിലും ആക്കുന്നത്. അപ്പോൾ ദുർവാസാവ് മഹർഷി ദേവലോകത്തായിട്ട് പോകുമ്പോൾ നമ്മളെ ഒരു മാല കിട്ടി. പാരിജാത മാല, നല്ല സുഗന്ധമുള്ള മാലയാണ്. മാലയെല്ലാം രജോഗുണമാണ്. രജോഗുണം പറഞ്ഞാൽ തമോ ഗുണം രജോഗുണമാണ്. ബ്രഹ്മാവിൻ്റെ ദേവേന്ദ്രൻ്റെ രജോഗുണം, ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഈ മാല സന്യാസിക്ക് വേണ്ടല്ലോ. അപ്പോൾ ഇയാളെന്താക്കി, നല്ല രജോഗുണത്തിൻ്റെ ആളല്ലേ ദേവേന്ദ്രൻ, രാജാവല്ലേ, രാജാവിന് കൊടുത്തു. അപ്പോൾ മുടി കെട്ടാൻ വേണ്ടി ദേവേന്ദ്രൻ എന്താക്കി ഈ മാല ഐരാവതത്തിൻ്റെ മുകളിൽ വെച്ചു. ഐരാവതത്തിൻ്റെ മുകളിലൊക്കെ ഐരാവതം ആനയല്ലേ. ആനക്ക് ഈ മണത്തിന് വണ്ടൊക്കെ വന്നു. മനുഷ്യന് പേരും അങ്ങനെ വണ്ടൊക്കെ വന്നു. ഐരാവതത്തിനാകെ ബുദ്ധിമുട്ടായി. ഐരാവതം മാലെടുത്ത് നിലത്തിട്ട് ചവിട്ടി ഉറച്ചു. ഇത് കേട്ട ദുർവാസാവിന് കോപം വന്നു. ദുർവാസാവ് മഹർഷി പറഞ്ഞു, എന്നെ അപമാനിച്ചു അല്ലേ, ഈ വീരഭദ്രൻ്റെ വിശ്വാസികൾ വന്നൊക്കെ ഒന്ന് പറഞ്ഞ പാടെ അപമാനിച്ചു പറഞ്ഞു, എന്നെ അപമാനിച്ചു അല്ലേ. അപ്പോൾ ദേവന്മാർക്കെല്ലാം ഐശ്വര്യങ്ങളെല്ലാം കുറയട്ടെ, ധരാധരമായിട്ട് എന്ന ഒരു ശാപവും കൊടുത്തു. ആകെ ദേവേന്ദ്രനെല്ലാം രാജാവ് സുന്ദരിയായ ദേവേന്ദ്രൻ രജഗുണല്ലേ, മുടിയെല്ലാം നിൽക്കാൻ വലിയ സൗന്ദര്യത്തിൻ്റെ പ്രശ്നമല്ലേ, സുന്ദരിമാരില്ലാടാ. ഐശ്വര്യങ്ങൾ പോയാൽ മോശം തോന്നി. ദേവേന്ദ്രനെല്ലാം ശിവനും വിഷ്ണു ബ്രഹ്മാവോടെല്ലാം പറഞ്ഞു ഇതിന് പരിഹാരമാക്കണം എന്നെല്ലാം പറഞ്ഞ് ദേവേന്ദ്രൻ പറഞ്ഞാൽ, രാജാവ് പറഞ്ഞാൽ ഇവർക്ക് കക്കാതെക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു നമുക്ക്. അപ്പോൾ ഈ വിഷമെല്ലാം കേട്ടിച്ചാകുമ്പോൾ നമ്മളെ ദുർവാസാവ് പറഞ്ഞ ഒരു സൊല്യൂഷനും പറഞ്ഞു കൊടുത്ത്, നിങ്ങൾ പാലായി മദനം കടന്നാൽ മതി. അപ്പോൾ അതിന് അമൃത് കിട്ടും, അത് സേവിച്ചാൽ നിങ്ങൾക്കെല്ലാം ഐശ്വര്യങ്ങളും ജലാചരെല്ലാം കുറയും എന്നൊരു സൊല്യൂഷനും പറഞ്ഞു കൊടുത്തു. അത് കടയാൻ പഠിച്ചൊരു ടെക്നിക്കാണ്, കഥയല്ലേ, കഥയിലെ തത്വങ്ങൾ പിന്നെ പറയാം നമുക്ക്. അങ്ങനെ പാലായി മദനം കടയുമ്പോൾ കയർ വാസുകി എന്ന വലിയ പാമ്പാണ്. നമ്മുടെ പാമ്പുണ്ട് കുറേ നമുക്ക്, ശിവൻ്റെ കയത്തിനും വിഷ്ണുവിൻ്റെ കയത്തിലെല്ലാം. വിഷ്ണു കാണുന്നില്ലേ കിടക്കുന്ന പാമ്പിൻ്റെ മുകളിലല്ലേ. അങ്ങനെ വാസുകിനെ കയറാക്കി മന്ദര പർവ്വതത്തിനകത്ത് ഇതാക്കി. അങ്ങനെ കടയാം. ദേവന്മാരും അസുരന്മാരും. ദേവന്മാർ എന്ന് പറഞ്ഞാൽ സൽഗുണത്തിൻ്റെ സിമ്പലും, അസുരന്മാർ പറഞ്ഞാൽ ദുർഗുണത്തിൻ്റെ സിമ്പലും. അസുരന്മാരും ദേവന്മാരും എല്ലാം കൂടി കടയുന്ന സമയത്ത് വാസുകിക്ക് ആകെ ക്ഷീണമായി. വാസുകി എന്ന പാമ്പിൻ്റെ വായിന്ന് കാളകൂട വിഷം വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കാളകൂട വിഷം വന്നാൽ ഭൂമി കത്തും. 3 ലോകങ്ങളും ത്രിലോകങ്ങളും ശിവനും വിഷ്ണു ബ്രഹ്മാവിൻ്റെ ലോകങ്ങളിലും മയക്കമായി. അപ്പോൾ അവർ ത്രിഗുണത്തിൻ്റെ ആൾക്കാരും മീറ്റിങ്ങെല്ലാം കൂടി ദേവേന്ദ്രനോട് പറഞ്ഞു, രാജാവിൻ്റെ ഒക്കെ പോയി ഈ പ്രശ്നം തീർക്കാൻ. അങ്ങനെ അവരെല്ലാം കൂടി ശിവനോട് പറഞ്ഞു, പഞ്ചഭൂതത്തിൻ്റെ ആളാണ് ശിവൻ. അപ്പോൾ ശിവൻ പഞ്ചഭൂതെല്ലാം, ശിവന് പിന്നെ കാലുണ്ടല്ലോ, ശിവന് കാലൻ്റെ കാലല്ല, ശിവൻ ചാവൂലല്ലോ പറഞ്ഞിട്ട് ശിവനെ വിളിച്ചു. ശിവനത് പാലം ചെയ്തു. വയലെത്തുമ്പോൾ പാർവതി എൻ്റെ ഭർത്താവ് മരിക്കുന്ന ഈ ചങ്ക് പിടിച്ചു, കണ്ടം പിടിച്ചു. വിഷ്ണു സ്ഥിതിയെല്ലാം സ്ഥിതിൻ്റെ ആളല്ലേ. വിഷ്ണു തുപ്പിയാൽ പിന്നെ ഭൂമിയെല്ലാം കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് വായും പൊത്തി. അങ്ങനെ അത് കണ്ടത്തിൽ ഉറച്ചു. ഒരു രാത്രി ഫുള്ള് വായും പൊത്തി ചങ്കും പിടിച്ച് ശിവൻ്റെ അവസാനം ശിവനത് ഉറച്ചു, കണ്ടത്തിൽ ഉറച്ചു, നീലകണ്ഠനായി മാറി. അപ്പോൾ നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ വിഷം നാവുന്നാണ് വരുന്നത്. എല്ലാവരും സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് എന്തെങ്കിലും ലക്ഷ്യത്തിൽ സംസാരിക്കണം, ധർമ്മത്തിന് വേണ്ടി നമുക്ക് സംസാരിക്കാം. ധർമ്മം അല്ലാതെ നുണ പറയൽ, കുറ്റം പറയലും, തമ്മിൽ കൊത്തിപ്പിക്കലൊന്നും, അതെല്ലാം ഈ വാക്ക് കണ്ടത്തിൽ വിഷമുണ്ട്. എല്ലാവരും അങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ വാക്ക് വിഷത്തിൻ്റെ ആളാണ്. ഈ കണ്ടത്തിലാണല്ലോ ഈ നാവില്ലത്. ആ ഒരു തത്വത്തിന് അതും നമുക്ക് പഠിക്കാം. അങ്ങനെ പാർവതി ചങ്കുപൊത്തി, മഹാവിഷ്ണു വാപൊത്തി. ഈ ദിവസമാണ് നമ്മൾ എന്താക്കുന്നത്,
മഹാശിവരാത്രിയായി ശിവനെ ആരാധിക്കുന്നതെന്നാണ് പറയുന്നത്. പ്രപഞ്ചം നിലനിൽക്കണ്ടേ, അങ്ങനെ വളരെ അവസ്ഥയാണ്. ആ ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് എന്നാണ് വേറൊരു കഥ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തത്വം നമുക്ക് അടുത്ത വോയിസിൽ പറയാം. 6 മിനിറ്റ് 7 മിനിറ്റ് നമുക്ക് വീഡിയോ ചെയ്യാൻ അധികാരം യൂട്യൂബ് തരുന്നില്ല. അപ്പോൾ കട്ടാവും. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് തത്വം പറയാം. തത്വമാണ് ഇതിൻ്റെ പിന്നിൽ, തത്വം പഠിക്കാനാണ് കഥ. ഓക്കെ.